സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി. യൂണിറ്റിന് 16 പൈസയാണ് കൂട്ടിയത്. അടുത്ത വർഷം മുതൽ 12 പൈസയും വർധനമുണ്ടാകും. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിനോദ്, നേരത്തെ ഇങ്ങനെ വർധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനമുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര വരെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? എത്ര വലിയ തിരിച്ചടിയാണ് ഉപഭോക്താക്കൾക്ക് സംഭവിക്കുന്നത്? രഞ്ജിത്ത്, 30 പൈസയുടെ വർധനയാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 16 പൈസയുടെ വർധന എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഏതാണ്ട് 4% വർധനയാണ് എന്ന് കണക്കാക്കാം. നേരത്തെ 6% വരെ വർദ്ധിപ്പിച്ച സമയമുണ്ട്. ഈ 2 പിണറായി സർക്കാരുകളിലായി 5 തവണയാണ് വൈദ്യുതി നിരക്കിൽ വർധനയുണ്ടായത്. അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി നിരക്കിലെ വർധന അത് സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. വലിയ ഭാരമാണ് അവർക്ക് മേലിലേക്ക് വരുന്നത്. മാത്രമല്ല 12 പൈസ അടുത്ത വർഷം കൂട്ടാനും തീരുമാനമായിട്ടുണ്ട്. അതേസമയം ഈ സമ്മർ താരിഫ് എന്ന നിലയ്ക്ക് 10 പൈസ വർദ്ധിപ്പിക്കണമെന്നൊരു ശുപാർശ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ജനുവരി മുതൽ മെയ് വരെ വരുന്ന സമയത്ത് 10 പൈസയുടെ വർധന അത് പ്രത്യേക ഒരു താരിഫായി കൊണ്ടുവന്ന് അതുകൂടി ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കണമെന്നതായിരുന്നു ഒരു നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു. മറിച്ച് 16 പൈസയുടെയും അടുത്ത വർഷം 12 പൈസയുടെയും വർധന എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ 3 കമ്പനികളുമായുള്ള കരാർ ഉണ്ടായിരുന്നു. 7 വർഷത്തെ ഒരു ദീർഘകാല കരാർ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോയത്. ആ കരാർ റദ്ദായത് ഒരു തിരിച്ചടിക്ക് കാരണമാണ്. മറ്റൊന്ന് നീരൊഴുക്കിലുണ്ടായ കുറവ്. അത് KCB വിശദീകരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ ജലവൈദ്യുതോൽപാദന കേന്ദ്രങ്ങളിലേക്കുള്ള നീരൊഴുക്ക് അതിൽ വലിയ തോതിൽ കുറവുണ്ടായി. ഇത് തിരിച്ചടിയായി. വൈദ്യുതോൽപാദനത്തിന് തിരിച്ചടിയായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യമുണ്ടായി. ഈ കഴിഞ്ഞ മെയ് 3-നാണ് സംസ്ഥാനത്ത് ഇക്കൊല്ലത്തെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗ ദിവസമായി അത് രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 131 ദശലക്ഷം യൂണിറ്റ് അന്ന് ഉപയോഗിച്ചിരുന്നു. അതിൽ തന്നെ 93 ദശലക്ഷം യൂണിറ്റ് പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഈ 7 വർഷമായി 3 കമ്പനികളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിരുന്നത് 4.25 രൂപയ്ക്കായിരുന്നു. ഈ കരാർ റദ്ദായതോടുകൂടി 6 രൂപ മുതൽ 8 രൂപ വരെ നൽകിയാണ് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത്. ഇതിൻ്റെ ഭാരം കൂടി സാധാരണക്കാരൻ്റെ തലയിലേക്ക് വന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളിത് വൈദ്യുതി നിരക്ക് കൂടുമ്പോൾ സ്വാഭാവികമായും ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കുക മാത്രമല്ല സമസ്ത മേഖലകളെയും. നമ്മൾ പെട്രോളിനൊക്കെ വില കൂടുന്നു എന്ന് പറയുന്നത് പോലെ വൈദ്യുതിക്ക് നിരക്ക് കൂടുമ്പോൾ ഇത് ഉൽപ്പാദന മേഖലയിൽ വലിയ തോതിൽ ചെലവിൽ മാറ്റമുണ്ടാക്കും. സേവന മേഖലയെ ഇത് ബാധിക്കും. ആ തരത്തിൽ സമസ്ത രംഗങ്ങളെയും ബാധിക്കുന്ന നിലയിൽ തന്നെയാണ് ഈ നിരക്ക് വർധനയെ കാണേണ്ടത്. മാത്രമല്ല ഈ കുടിവെള്ള വിതരണത്തിൻ്റെ അതിൻ്റെ ചാർജ് വർധന, അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ നിരക്ക് വർദ്ധിപ്പിച്ചത്, കെട്ടിട നികുതിയിൽ നേരത്തെ വന്ന വർധന, ഇതെല്ലാം തന്നെ സാധാരണക്കാരനെയാണ് നേരിട്ട് ബാധിക്കുന്നത്. സാധാരണക്കാരനെയും പാവപ്പെട്ട ആളുകളെയും ഇടത്തരക്കാരെയും പൂർണ്ണമായും വലിയ ഭാരത്തിലേക്ക്, അവരുടെ ചുമലിലേക്ക് വലിയ ഭാരം കൊണ്ടുവയ്ക്കുന്ന നിലയിലേക്ക് തന്നെയാണ് ഈ ചാർജ് വർധനകൾ പോകുന്നത്. മാത്രമല്ല സപ്ലൈകോയുടെ കാര്യം നമ്മൾ പരിശോധിച്ചാൽ ഈ അടുത്തിടെയാണ് അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടിയത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വീണ്ടും മറ്റ് വസ്തുക്കൾക്ക് കൂടി സപ്ലൈകോ വില കൂട്ടിയിരുന്നു. ഈ സപ്ലൈകോയുടെ ഷോപ്പുകൾ പലതും ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിനോദ്, ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഓഡിയോ സംപ്രേഷണത്തിലേക്ക്. KCB ലിമിറ്റഡ് 2024-25 വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ശരാശരി 37 നിരക്ക് വർധന ശുപാർശ ചെയ്തെങ്കിലും അത് അംഗീകരിച്ചില്ല. ശരാശരി കമ്മീഷൻ 16 പൈസയുടെ വർധനവ് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. കൺട്രോളിലുടനെ അടിസ്ഥാനപ്പെടുത്തി ഗാർഹിക വാങ്ങിക്കുന്നത് കമ്മിയായി, ചെലവ് കമ്മിയായി കിട്ടിയാൽ അത് ഉപഭോക്താക്കൾക്ക് കൈമാറാനുള്ള ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ നമുക്ക് സമർപ്പിക്കും. മിനിസ്റ്റർ എപ്പോഴും പറയും ഈ നിരക്ക് വർധന ചെറിയ വർധനയാണ്, ചെറിയ വർധന. പക്ഷേ ഇത് സത്യത്തിൽ ഇവിടെ 10 പൈസയല്ലേ വർദ്ധിച്ചിട്ടുള്ളൂ. എല്ലാറ്റിനുമല്ല, വൻകിടക്കാർക്ക് മാത്രമേ ഉള്ളൂ, ചെറുകിടക്കാർക്കൊന്നുമില്ല. അത് വായിച്ചു ഞാൻ, അത് ശ്രദ്ധിച്ചില്ല. 200 യൂണിറ്റ് താഴെയുള്ളവർക്കൊന്നുമില്ല. ഈ സാധാരണക്കാർ പറഞ്ഞ ഞാൻ ചിക്കട്ടെ, എനിക്കത് വിഷമം കൊണ്ട് പറയാണ്. 97 കോളനിയിൽ ഇനിയും ഇലക്ട്രിസിറ്റിയെ കണ്ടിട്ടില്ല. അവിടെ കൊടുക്കണ്ടേ? ഇതിനാര് ചെലവ് വഹിക്കും? അതേപോലെ പട്ടികജാതി പട്ടികവർക്കാർക്ക് 50 യൂണിറ്റ് താഴെ ചാർജ് കൊടുക്കുന്നില്ല. ഇതൊക്കെ വഹിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയാലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ വികസനം, ഇപ്പോൾ മലബാർ സൈഡിൽ ഇപ്പോഴും ഇലക്ട്രിസിറ്റിയുടെ കുറവ് വളരെ വലുതാണ്. അവിടെ ഇപ്പോൾ ഈ പ്രാവശ്യം വന്ന ശേഷമാണ് നമ്മൾ കൂടുതൽ സബ്സ്റ്റേഷനൊക്കെ കൊണ്ടുവരുന്നത്. കാസർഗോഡ് ലൈനൊക്കെ പ്ലാൻ ചെയ്തത്. ഇതിനൊക്കെ പണം വേണ്ടേ?
പണം കണ്ടെത്താൻ വേറെന്താ വഴി? ആരും സഹായിക്കില്ലല്ലോ. ഗവൺമെന്റ് സഹായം വളരെ പരിമിതമല്ലേ ഉള്ളൂ. അല്ല, വരവ് പിടിച്ചു നിൽക്കണ്ടേ? അതുകൊണ്ട് സാധാരണക്കാർക്ക് നമുക്ക് പകൽ കുറച്ച് വില കിട്ടുമ്പോൾ നമ്മളത് ഉപഭോക്താക്കൾക്ക് കൊടുക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതാണ് അടുത്ത വർഷം മുതൽ യൂണിറ്റിന് 12 പൈസ, അതായത് 16 പൈസയാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ 10 പൈസ മുതലുള്ള വ്യത്യാസമുണ്ടാകും. അതിൻ്റെ ഒരു വ്യക്തത, അതിൻ്റെ ഒരു ക്ലാരിറ്റി വരാനുണ്ട് എന്നാണ് മന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. നമുക്കത് അല്പസമയത്തിനകം അത് ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കാം.